അടയിരിക്കുന്ന കോഴികൾ ഇതുപോലെ പൊരുത്ത് മാറാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് കോഴീനെ പുറത്തേക്ക് ഇടൽ. പക്ഷേ അങ്ങനെ കോഴീനെ വെള്ളത്തിൽ മുക്കിയിട്ടാൽ ഇവരെ പൊരുത്ത് മാറൊന്നുമില്ല. നമ്മൾ വീണ്ടും അവരവിടെ തന്നെ മുട്ടയിൽ പോയി അടയിരിക്കുന്നിടത്ത് കിടക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവരതാ ഇതേപോലെ ഒരു മരത്തിൻ്റെ അടുത്ത് ഒരു കയറിട്ടിട്ട് 2-3 ദിവസം ഇങ്ങനെ കെട്ടിയിടും. അങ്ങനെ കെട്ടിയിട്ടാൽ ഇവർ അവിടെ പോയി ഇരിക്കില്ല, ഇവരെ പൊരുത്ത് വേഗം മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇവർ വെള്ളത്തിൽ മുക്കിയിട്ടാൽ ഇവർ വീണ്ടും അവിടെ തന്നെ പോയി കിടക്കും. നമ്മൾ എത്ര പ്രാവശ്യം ചെയ്താലും അവരതന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഞാൻ ചെയ്തൊരു ഐഡിയ ആണ് ഇങ്ങനെ ഞാൻ ചെയ്യൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ്, അസ്സലാമു അലൈക്കും. എന്തെല്ലാം ചങ്കളെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. ഇപ്പം സുഖമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ച മുമ്പൊക്കെ സുഖമില്ലാത്ത രീതിയിലായിരുന്നു. കാരണം മക്കൾക്കും എല്ലാവർക്കും അസുഖമൊക്കെ ആയിരുന്നു. അപ്പോൾ രണ്ടാൾക്കും സുഖമില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഏകദേശം ഒക്കെ ബെറ്ററായി വരുന്നുണ്ട്. പിന്നെ ചെറിയ തോതിൽ മഴയൊക്കെ അല്ലേ, അപ്പോൾ മക്കൾക്ക് പനിയും കാര്യങ്ങളും ഛർദിയും അങ്ങനെ എല്ലാം കൂടിയായിട്ട് കുറച്ച് ദിവസം അങ്ങനെ ആയിട്ട് പോയി. ഇപ്പോൾ വീഡിയോ ഒന്നും ശരിക്കും അങ്ങോട്ട് ഇടാൻ കഴിഞ്ഞില്ല. അപ്പം എന്തെല്ലാം എല്ലാവരും വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അതായത് എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ കോഴീൻ്റെ എൻ്റെ മക്കളെ വിശേഷങ്ങൾ തന്നെയാണല്ലോ വീഡിയോയിൽ ഫുള്ളുണ്ടാകുക. വേറെ വീഡിയോസൊന്നും നമുക്കങ്ങനെ പുറത്ത് പോയിട്ടുള്ള വീഡിയോസൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇതേപോലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. എൻ്റെ വീട്ടിൽ ഞാൻ കുറേ ദിവസം മുമ്പ് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. ഇൻക്യുബേറ്ററിൽ വീഡിയോ എന്താ പറയുക, മുട്ട വെച്ചിട്ട് മഴ കാരണം കറണ്ടില്ലാണ്ട് പ്രശ്നമൊക്കെ വന്നപ്പോൾ കുറേ മുട്ട കേടൊന്നു പോയി. അപ്പോൾ കുറച്ച് മുട്ട മാത്രമേ അതിന് നല്ല എനിക്ക് കിട്ടിയുള്ളൂ. അത് ഞാൻ കോഴിക്ക് അട വെച്ചിരുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ കോഴി അട വെച്ച് കുറച്ച് മുട്ട, കുറഞ്ഞ മുട്ട, ഏതായാലും നല്ല മുട്ട ഉള്ളതൊക്കെ എനിക്ക് കോഴി വിരിയിച്ചു തന്നു. അപ്പോൾ ആ വിശേഷങ്ങളും പിന്നെ എന്താ പറയുക, ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ കോഴിയൊക്കെ വെച്ചാൽ ചുമ, പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കോഴിയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളെപ്പോലെ തന്നെ ഓർക്കും എല്ലാം വരും. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, ഓരെ ശുശ്രൂഷിക്കുന്നതിൻ്റേത് എങ്ങനെയാണെന്ന് നോക്കാനുള്ള ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കുഞ്ഞു കമൻറ്റുകളും, പിന്നെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എനിക്ക് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പം ഞാൻ ഇവിടെ തള്ളേനെയും മക്കളെയും വേറെ തന്നെ ആക്കിയതാട്ടോ. ഇതിൽ വേറെയും മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഓർക്ക് ഒരാൾക്ക് ചുമ കണ്ടപ്പോൾ ഞാൻ അവരെ വേറെ കൂട്ടിലേക്ക് ആക്കിയതാണ്. മറ്റേവർക്കും ചുമ വേഗം പിടിക്കും, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഇവർ ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കോഴി തന്നെ അട വെച്ച് വിരിയിച്ചെടുത്തായത് കൊണ്ട് കോഴി നല്ലോണം നോക്കുന്നുമുണ്ട്. ഞാനിത് പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ചുറ്റിനും നമ്മൾ കോഴികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരെ ചുമ്മാ ഒന്നും കൊണ്ടൊന്നില്ല ഇങ്ങനെ വിളിച്ചപ്പോൾ എല്ലാവരും ഓടി പോവുകയാണ്. മറ്റേ നമ്മൾ വിളിക്കുമ്പോൾ ഓടി വന്നാൽ ഇവർക്ക് എന്തെങ്കിലും നമ്മളിങ്ങനെ പെറുക്കിയിട്ട് കൊടുക്കണം. കാരണം അവർക്ക് കയറ്റിയിട്ടാണല്ലോ എന്തെങ്കിലുമൊക്കെ വെക്കിട്ട് കൊടുക്കണം. നമ്മളെ തിന്നിയില്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കിട്ടും നമ്മളെ കയ്യിൽ നിന്ന്. അപ്പം ഞാനൊന്നും കയ്യിലെടുക്കാത്തതുകൊണ്ട് തന്നെ ഇവരിന്നോട് പെണ്ണിങ്ങാൻ എല്ലാവരും 4 വഴിക്ക് പോയി. അപ്പം ബാക്കിയുള്ളവരൊക്കെ അതിലെങ്കിലുമൊക്കെ നടക്കില്ല. പറമ്പക്കൂടെ അവർക്ക് ഈ നടത്തം കാരണമാണ് അവർക്ക് വേഗം പനിയും ചുമയൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ മഴയാണ്, ഇവിടെ 1-2 ആൾക്കാരൊക്കെ മഴ നല്ലോണം കൊള്ളും, കയറി നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 3-4 കോഴിക്ക് നല്ല ചുമ ഉണ്ട്. അപ്പം ഞാൻ ഇവരൊക്കെ ഈ മുറ്റത്തൂടെ മരുന്ന് കൊടുത്തവരെ അവർക്ക് കുറഞ്ഞതാണ്. മറ്റവരിങ്ങനെ ചുമച്ചിട്ടിങ്ങനെ ശ്വാസം മുട്ടി മേലോട്ടും താഴോട്ടും ഇങ്ങനെ കളിക്കും. അതേമാതിരി പോയിന്. അപ്പം ഒന്ന് മരുന്ന് വരുത്തി ഞാൻ അവർക്കൊക്കെ ഒന്ന് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ അവർക്ക് ചുമയും പനിയൊക്കെ വന്നാൽ കൊടുക്കണം വിസിറ്റ് ചെയ്യാണ് നമ്മളെ. മഴക്കൂടെ ഒക്കെ കയറി നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിളിച്ചപ്പം ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എല്ലാവർക്കും കുറച്ച് അരിമണിയൊക്കെ ഇട്ടിട്ട്, കാരണം അവർ നമ്മൾ പുറകെ വന്നല്ലേ. പിന്നെ എല്ലാവരും കൂടി അടിപിടി കൂടി ഞാൻ ഭക്ഷണം കഴിക്കാം കേട്ടോ. നമ്മൾ വൈകുന്നേരം കൂട്ടി പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കും. 4 ഇടയ്ക്ക് നമ്മളെ കൈ കൊണ്ട് എന്തെങ്കിലും അവർക്ക് കിട്ടണം. ഇപ്പോൾ അതിലൊരു ചുമയുള്ള കോഴിക്കുട്ടീനാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനതിന് ചുമയ്ക്കുള്ള മരുന്ന് കൊടുക്കുകയാണ്.
പിന്നെ അത്യാവശ്യം ഇവരെ തലയ്ക്ക് നല്ല ചൂടുണ്ടാവും. തലയ്ക്ക് ചൂടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല പനി ഉണ്ട് എന്നാണ് നമ്മൾ പിടിക്കുമ്പോൾ തലയ്ക്ക് ചൂടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഞാനിവിടെ കുട്ടികൾക്ക് കിട്ടുന്ന പാരസെറ്റമോളിൻ്റെ മരുന്നുണ്ട്. അപ്പോൾ ഗുളികയല്ല, മരുന്ന് തന്നെ. നമ്മൾ മക്കൾക്ക് പനിക്കൊക്കെ കിട്ടുന്നതില്ലേ, അതാണ് ഞാൻ ഇവർക്കും പനിക്ക് വരുമ്പോൾ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് കഷ്ണം കൊടുത്താലും മതി. പിന്നെ ചുമയ്ക്ക് ഞാനിതാ ഈ ഒരു മരുന്നാണ് ഇവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മരുന്നാണ് കേട്ടോ ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെയും വൈകുന്നേരം, രാവിലെ കൂട് തുറക്കുമ്പോൾ ഞാൻ കൊടുക്കും. കൂട്ടിലേക്ക് രാത്രി വരെ ആക്കുമ്പോൾ ഞാൻ ചുമയും പിന്നെ പനിയൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ തന്നെ 2 നേരമായിട്ട് ഞാൻ മരുന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ കൊച്ചു അഭിപ്രായങ്ങളൊക്കെ എഴുതണം. പിന്നെ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.